ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ജുബീസ് വണ്ടർ വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു ചില്ലി ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഒരു കിലോ ചിക്കൻ നന്നായി കഴുകി വെള്ളമൊക്കെ കളഞ്ഞു വെച്ചതാണ്. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഈ ചേരുവകളെല്ലാം ഈ ചിക്കനിൽ നന്നായി പിടിക്കണം. അതിനുവേണ്ടി നന്നായി തിരിഞ്ഞ് പിടിപ്പിക്കുക. ഇനി ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുക. വീണ്ടും നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺ പൗഡർ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ മൈദയുടെ ചേർക്കുക. വീണ്ടും നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒലീവ് ഓയിൽ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിലുള്ള ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ചേർക്കുക. വെളിച്ചെണ്ണ ചേർക്കാൻ പാടില്ല. ഇനി ഇത് മാരിനേറ്റ് ചെയ്യാൻ വെക്കുക. അരമണിക്കൂർ സമയമുണ്ടെങ്കിൽ 1 മണിക്കൂർ വരെ വെക്കുക. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 3 ടീസ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 2 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസ് അല്ലെങ്കിൽ റെഡ് ചില്ലി സോസ് ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് വൈറ്റ് വിനീഗർ 1 ടേബിൾ സ്പൂൺ ചേർക്കുക. 1.5 ടേബിൾ സ്പൂൺ കോൺ പൗഡർ കൂടി ചേർക്കുക. നന്നായി മിക്സ് ചെയ്യുക. കോൺ പൗഡർ വേഗത്തിൽ വെള്ളത്തിൽ അരിഞ്ഞ് കിട്ടും. ഇനി ഫ്രൈ പാൻ ചൂടാക്കി അതിലേക്ക് ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ചിക്കൻ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കൻ്റെ 100% ഇപ്പോൾ തന്നെ വെന്ത് കിട്ടണം. ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ഇനി ചിക്കൻ വേവൊന്നുമില്ല. അപ്പോൾ നന്നായി വേവിച്ചെടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് ബ്രൗൺ കളർ ആവരുത്. മീഡിയം ഫ്ലെയിമിലിട്ട് ഉള്ളൊക്കെ നന്നായിട്ട് വേവണം. ഇനി തിരിച്ചിട്ട് വേവിച്ചു കൊടുക്കുക. നന്നായി വെന്ത് വന്നതിന് ശേഷം ഇതൊരു അരിപ്പയിലേക്ക് കോരിയെടുക്കുക. ഇനി രണ്ടാമത്തെ കൂട്ടുകൂടി വേവിച്ചെടുക്കുക. ഇനി ചില്ലി ചിക്കൻ റെഡിയാക്കാം. അതിനാവശ്യം വേവിച്ച് വെച്ച ചിക്കന്, പിന്നെ സോസുകൾ, 2 വലിയ ഉള്ളി ക്യൂബ്സായി കട്ട് ചെയ്തത്, സ്പ്രിംഗ് ഓനിയൻ്റെ വെള്ള ചേരുന്ന ഭാഗം കട്ട് ചെയ്തത്, സ്പ്രിംഗ് ഓനിയൻ്റെ ബാക്കി വരുന്ന ഗ്രീൻ കളർ ഭാഗം, 3 പച്ചമുളക്, അതിൻ്റെ കൂടെ ഒരു 5-6 പുണ വെളുത്തുള്ളി കൂടി ഞാൻ കട്ട് ചെയ്ത് വെച്ചത്, ഒരു ചെറിയ ചിക്കൻ ക്യൂബ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതെല്ലാം ഇങ്ങനെ റെഡിയാക്കി വെക്കണം. ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ചില്ലി ചിക്കൻ റെഡിയാക്കാനുള്ളതാണ്. പെട്ടെന്ന് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ ആ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെ ചേർത്ത് കൊടുക്കുന്നത്.
ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. ഇതിലേക്ക് വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. പെട്ടെന്ന് ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്യാൻ. ചൈനീസ് വിഭവങ്ങളൊക്കെ അങ്ങനെ പെട്ടെന്ന് ചെയ്ത് ആ വെജിറ്റബിൾസിൻ്റെ ഒന്ന് കളറ് മാറുന്നതിൻ്റെ മുമ്പ് തന്നെ ഇത് റെഡിയാക്കി എടുക്കണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആ സോസസ് ഒഴിച്ചെടുക്കുക. ഇത് നന്നായി തിളക്കുമ്പോൾ കുറുകി വരും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. ഇനി ഈ വേവിച്ച് വെച്ച ചിക്കനോട് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. പിന്നെ സ്പ്രിംഗ് ഓനിയൻ കൂടി ചേർക്കുക. ഇനി ഇതിലേക്ക് 1 ചെറിയ സ്പൂൺ ഫുഡ് കളർ കൂടി ചേർക്കുന്നുണ്ട്. ഇതിന് നല്ലൊരു കളർ വരാൻ വേണ്ടിയിട്ടാണ്, നിർബന്ധമൊന്നുമില്ല. കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് ചേർക്കേണ്ട ആവശ്യമില്ല. ഇത്തിരി പഞ്ചസാര കൂടി ചേർക്കുക. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ, ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക.